കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമി തളിർവനങ്ങളിൽ. ആരതിപ്പൊടി പാടിയ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടു. അപ്പോഴ് ആ കുട്ടിയുടെ വോയിസിന്റെ തിളക്കം ഞാൻ മനസ്സിലാക്കി. ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന വിചാരിച്ചത് കാണാൻ വരുന്ന പ്രേക്ഷകരോട് നിങ്ങൾ ഡിസപ്പോയിന്റ് ആകില്ല എന്നാണ് പറയുന്നത്. കാരണം വ്യത്യസ്തമായ മൂവി എന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ സാധാരണ കാണുന്ന ഒരു തരത്തിലല്ല അതിന്റെ ഫ്ലോ. അത് തന്നെ നമുക്ക് ബോറടിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ. ഇല്ല, ഒരിക്കലും ഇല്ല. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്റെ പേഴ്സണൽ ഇന്റർവ്യൂ അല്ലേ. ആദ്യം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ മെസ്സേജസ് വരുമല്ലോ. എൻ്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛനായിരുന്നു അത് സംസാരിച്ചിരുന്നത്. ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന വിചാരിച്ചത്, കാരണം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ അല്ല. അപ്പൊ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ പറയായിരിക്കണം വിചാരിച്ച്. പിന്നെ പ്രശാന്തിനായിട്ട് ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെന്യുവൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ പോയി ചെയ്തു. നല്ല രീതിയിൽ നമ്മളവര് എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഞാൻ ഇതെനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ഒരു കംഫർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു. പ്രശാന്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ സാറും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു, റോബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു. ഭയങ്കര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റി. കാരണം ഇവരുടെ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു അത്. എനിക്കിപ്പോൾ ഒരു ടോട്ടൽ 6 മൂവീസ് റിലീസ് ആവുന്നുണ്ട് ഈ സിനിമ ഉൾപ്പെടെ. അപ്പൊ അത് ഈ സിനിമ കൂടാതെ ബാക്കി 3 സിനിമകളും 2 ഹീറോ ആണ്. ഒരെണ്ണം നമ്മുടെ RSML ഡയറക്ടർ സിനിമ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. വേറെ 2 മൂവീസ് ഹീറോ ആയിട്ട് റിലീസ് ആവുന്നുണ്ട്. പിന്നെ തമിഴിൽ 2 മൂവീസ് ഹീറോ ആയിട്ട് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതൊക്കെ ലീഡ് ക്യാരക്ടേഴ്സാണ് റിലീസ് ആവുന്നുണ്ട്. അപ്കമിങ് ഒരു 3 മൂവീസ് ഇറക്കാൻ പറ്റിയിരുന്നു മലയാളത്തിൽ. താങ്ക് യു. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി എനിക്ക് നൈറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് മൂവീസിൽ അങ്ങനെ നൈറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലീഡ് മൂവീസ് വരാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ സെലക്റ്റീവ് ആയിട്ട് നല്ല സ്റ്റോറീസ് ചെയ്യാന്നുള്ളൊരു ഭാഗമായിട്ട് ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യാണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന മൂവീസിൽ അത്യാവശ്യം നല്ല ബാനേഴ്സാണ് നല്ല ടീമോട് ചെയ്തിട്ടുള്ളത്. റിലീസ് ആവുന്നുണ്ട്. Again, good question. I expect that question answered. ആരതിപ്പൊടി പാടിയ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടു. അപ്പോഴ് ആ കുട്ടിയുടെ വോയിസിന്റെ തിളക്കം ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ മിസ്റ്റർ പ്രശാന്ത് മോഹനോട് പറഞ്ഞു, ഈ കുട്ടിയെ ഒന്ന് പിക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. പറഞ്ഞു ആരതിപ്പൊടി പാട്ടൊന്നും പാടിയിട്ടില്ല, നോ പ്രോബ്ലം. എനിക്കങ്ങനെ ഒരു ട്രെൻഡില്ല. ഹൈ ലെവലിൽ നിൽക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യണമെന്നുള്ളൊരു ഇതില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ആർക്ക് ഒരു ടാലന്റ് ഉണ്ട്, അത് പുതിയതായാലും പഴയതായാലും ടാലന്റാണ് ഞാൻ യൂസ് ചെയ്തത്. സോ ഷീ ഹാസ് എ ടാലന്റ്, വെരി ഗുഡ് ടാലന്റ്, മോർ ദാൻ ഐ എക്സ്പെക്ടഡ്. ഷീ ഡിഡ് വെരി വെൽ. ആൻഡ് അത് നല്ല മനോഹരമായി ആ ഹേമന്തിൻ്റെയും നയന പ്രസാദിൻ്റെയും സീനിൽ അത് നല്ലതുപോലെ ഭംഗിയായിട്ട് മാച്ച് ചെയ്യുകയും. സോ അതുകൊണ്ടാണ് പിക്ക് ചെയ്യുന്നത്. അതാണ് എൻ്റെ ആൻസർ. കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമി തളിർവനങ്ങളിൽ. പൂക്കുന്ന മുല്ല പോൽ മണമായ വഴിയിൽ കുളിർതെന്നലായി പാറുകൂട്ടുകാരി നീ. ബാക്കി സസ്പെൻസ് ആണ്.
ചേച്ചി സിസ്റ്ററാണ് ഞാൻ പറഞ്ഞത് മൂവിയായിരുന്നു ഭൂമി പോയത് സ്റ്റുഡിയോയിൽ മണ്ടത്തരം ഇവരൊക്കെ ചിരിക്കും